നമസ്കാരം. അറബിദ് സ്പീക്കിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഫോട്ടോഗ്രാഫിയുടെ മനോഹര കാഴ്ചകളുമായി ഈ വർഷത്തെ എക്സ്പോഷറിന് ഷാർജയിൽ കൊടിയിറങ്ങിയിരിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള 500ഓളം ഫോട്ടോഗ്രാഫർമാരുടെ മികച്ച സൃഷ്ടികളാണ് ഇത്തവണ പ്രദർശനത്തിനെത്തിച്ചിരുന്നത്. ഒരു ക്ലിക്കിൽ 1000 കഥകൾ ഒളിപ്പിച്ചു വെച്ച മനോഹര ചിത്രങ്ങൾ. ഇഷ്ടപ്പെട്ട ആ ഒരു മനോഹര ക്ലിക്കിനായി വർഷങ്ങളോളം കാത്തിരിക്കേണ്ടി വന്ന അനുഭവ കഥകളും ഓരോ ഫോട്ടോഗ്രാഫർമാരും ഇവിടെ പങ്കുവെക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഓരോ ചിത്രങ്ങൾക്കും പറയാനുള്ളത് വിസ്മയിപ്പിക്കുന്ന കഥകളാണ്. Spent in total 14 years in the tropical rainforest, and we have this exhibition. On this expedition we're working already 10 or 12 years, and what we want to do, we want to show the peoples, they come here to show about the beauty of the rainforest, how endangered it is, and how important the rainforest is for us. This is our message here. Photos I taken in Indonesia, on the island of Buah, Borneo and Sumatra, and also the half photos, maybe 50% of the photos I take in Suriname in South America. I mean, to photograph in the tropical rainforest, it's really challenging. It's very wet, it's hot, and especially the animals where you are looking for, they are almost not there. They don't want to be there. They are totally camouflaged. In this exhibition, we are waiting sometimes for months or for years for this situation. Many pictures of them, I only have the chance to take them one time in 37 years. So it's all the photos showing very rare animals. ഇവിടെ എത്തുന്ന ആളുകൾക്ക് ഈ ഒരു മേഖലയിലെ പുതിയ ചലനങ്ങൾ കൃത്യമായി അടുത്തറിയുന്നതിനായി സെമിനാറുകൾ, വർക്ക്ഷോപ്പുകൾ തുടങ്ങിയവയും ഒരു ഭാഗത്ത് അരങ്ങേറുന്നുണ്ട്. വിദഗ്ധർ നയിക്കുന്ന ക്ലാസുകളിൽ പങ്കെടുക്കാനുള്ള അവസരവും ഇവിടെ എത്തിയാൽ ലഭിക്കും. യുദ്ധം ഏറ്റവും കൂടുതൽ ബാധിക്കാറുള്ളത് സ്ത്രീകളെയും കുട്ടികളെയുമാണ്. ഇത്തരത്തിൽ യുദ്ധക്കെടുതികൾ അനുഭവിക്കേണ്ടി വരുന്ന സ്ത്രീകളുടെ നരകയാതനയെക്കുറിച്ച് ഉള്ള പവലിയൻ, വുമൺ എന്ന പേരിലാണ് ഈ ഒരു പവലിയൻ സജ്ജീകരിച്ചിരിക്കുന്നത്. It was very good. Everything is nice because especially I came to meet one of my friends. He is also exhibiting. So the work they have done it, so it's like very nice. The camel one I like the most because it shows all the natural things that we have never seen before. And I decided to do a project on a camel farm that's about 30 minutes away from Sharjah. I grew up on a small farm in Ireland, and we kept cattle as well as doing vegetables. And the relationship between our family and our cattle was very much the same as the relationship between Emiratis and camels. It's part of our culture, it's part of our tradition. So I've tried to set out here life on a farm. I've been going to this farm for over 4 years. Maybe once every 2 weeks, and spending hours on the farm, generally from early morning till mid-morning, and just gotten to know the farmers, gotten to know the camels, and tried to capture life as it happens in a part that's of the UAE that people generally don't see.
യുദ്ധം തകർത്ത ജീവിതങ്ങളുടെ കരളലിയിപ്പിക്കുന്ന കാഴ്ചകളാണ് ഈ രണ്ട് പവലിയനുകൾ, എൻ്റെ പുറകിലുള്ള ഈ രണ്ട് പവലിയനുകളിൽ നിറയെ. ഇസ്രായേൽ ഗാസ സംഘർഷത്തിൻ്റെ നേർചിത്രങ്ങൾ. വേദനയോടെയല്ലാതെ ഈ ഒരു പവലിയൻ കണ്ട് പുറത്തിറങ്ങാനാകില്ല. കാണുമ്പോൾ വല്ലാത്തൊരു സങ്കടം തോന്നുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു യുദ്ധഭൂമിയിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ ആ ഫോട്ടോഗ്രാഫറുടെ മനസ്സും വലിയൊരു മനസ്സ് തന്നെയാണ്. എത്രത്തോളം വിഷമിച്ചാണ് ഈ ഫോട്ടോ എടുത്തതെന്ന് അറിയില്ല. ഇർവിംഗ് ഗ്രൈനസ് എന്ന ലോകപ്രശസ്ത സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫറുടെ സ്റ്റോളാണിത്. അമേരിക്ക ഉൾപ്പെടെയുള്ള ലോക മഹാനഗരങ്ങളിൽ ആരും കാണാതെ പോകുന്ന തെരുവിലെ ഉപേക്ഷിക്കപ്പെട്ട മനുഷ്യരുടെ മുഖങ്ങളുടെ ചിത്രങ്ങൾ. വലിയ മഹാനഗരങ്ങളുടെ പുറകിൽ ഇത്തരം മനുഷ്യരെ കൂടി കാണണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഈ ഫോട്ടോഗ്രാഫർ ഈ ചിത്രങ്ങളിലൂടെ. ഒരു നേരത്തെ ഭക്ഷണത്തിനായി യാചിക്കുന്ന ആളുകളുടെ മുഖത്തെ നിസ്സഹായ അവസ്ഥയും അതോടൊപ്പം തന്നെ മയക്കുമരുന്ന് നഗര പ്രാന്തപ്രദേശങ്ങളിൽ ഇത്തരം ആളുകളെ ഏത് രീതിയിലാണ് ബാധിക്കുന്നത് എന്നതുൾപ്പെടെ കൃത്യമായി മനസ്സിലാക്കും ഈ ഒരു സ്റ്റോളിലെ ചിത്രങ്ങൾ കണ്ടാൽ. ലോകപ്രശസ്ത മ്യൂസീഷ്യൻ യാനിയുടെ മനോഹരമായൊരു സ്റ്റോളുണ്ട്. യാനിയുടെ ചിത്രങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള സ്റ്റോളുകൾ. ലോകത്തെ ഒരുമിപ്പിക്കുന്ന സന്ദേശമെന്നാണ് ഈ ഒരു സ്റ്റോളിന് ഇവർ ഇട്ടിരിക്കുന്ന പേര്. യാനിയുടെ സംഗീതം പോലെ, ആ ഒരു സിംഫണി പോലെ മനോഹരമായ വ്യത്യസ്തമായ ഒരു സ്റ്റോൾ. കുവൈറ്റിൽ വിസ്മയ കാഴ്ചകൾ ഒരുക്കിയ രാജ്യാന്തര ഫെസ്റ്റിവലായ ലിറ്റിൽ വേൾഡിന് സമാപനമായിരിക്കുകയാണ്. 3 മാസം നീണ്ടുനിന്ന കാഴ്ചകളിൽ ഇന്ത്യൻ പൗലിയനാണ് ശ്രദ്ധാകേന്ദ്രമായത്. കുവൈറ്റിൽ 3 മാസത്തിലേറെ നീണ്ടുനിന്ന രാജ്യാന്തര ഫെസ്റ്റിവലായ ലിറ്റിൽ വേൾഡ് 1ാം സീസണ് തിരശ്ശീല വീണു. കുവൈറ്റിന്റെ ചരിത്രത്തിൽ ഇതാദ്യമായാണ് ഇത്തരം വ്യാപാര ഉത്സവത്തിന് സാക്ഷ്യം വഹിക്കുന്നത്. ഇന്ത്യൻ പവലിയൻ അടക്കം വിവിധ രാജ്യങ്ങളുടെ പവലിയനുകൾ ഉൾപ്പെടെയുള്ള ഫെസ്റ്റിവലിന് സ്വദേശികൾക്കൊപ്പം പ്രവാസി സമൂഹത്തിൽ നിന്നും വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത്. വിവിധ രാജ്യങ്ങളുടെ പവലിയനുകൾ, സാംസ്കാരിക പരിപാടികൾ, വൈവിധ്യമാർന്ന ഭക്ഷണ രുചികൾ, കുട്ടികൾക്കുള്ള നിരവധി വിനോദ പരിപാടികൾ, ഷോപ്പിംഗ് ഏരിയ എന്നിവ ഉൾപ്പെടെ വളരെ വിപുലമായും ആകർഷകവുമായാണ് ലിറ്റിൽ വേൾഡ് സംഘടിപ്പിച്ചിരുന്നത്.
കുവൈറ്റ് ഇന്റർനാഷണൽ ഫെയർ അതോറിറ്റിയുമായി സഹകരിച്ച് 25 വർഷത്തോളം ദുബായ് ഗ്ലോബൽ വില്ലേജിൽ വിവിധ പവലിയനുകൾ ഒരുക്കിയ വേഗ ഇന്റർനാഷണൽ എക്സിബിഷൻസ് ആയിരുന്നു മുഖ്യ സംഘാടകർ. മിഷറിഫ് എക്സിബിഷൻ സെൻട്രൽ ഏരിയയിൽ ഹാൾ നമ്പർ 6 സമീപമുള്ള പാർക്കിംഗ് ഏരിയയിൽ തുറസായ സ്ഥലത്താണ് കാണികൾക്ക് വിസ്മയമൊരുക്കി ലിറ്റിൽ വേൾഡ് സജ്ജീകരിച്ചിരുന്നത്. മേളയിലെ ഏറ്റവും വലിയ പവലിയനുകളിൽ ഒന്നായ ഇന്ത്യൻ പവലിയൻ തന്നെയായിരുന്നു മുഖ്യ ആകർഷണം. ഇന്ത്യൻ പവലിയൻ ഒരുക്കിയിരിക്കുന്നത് ദുബായ് കേന്ദ്രമാക്കി പ്രവർത്തിച്ചു വരുന്ന ബറാക്കത്ത് എക്സിബിഷൻ സിഇഒ ചന്ദ്രൻ ബേപ്പിന്റെ നേതൃത്വത്തിലാണ്. ഏറ്റവും മികച്ച പവലിയനായി തിരഞ്ഞെടുക്കപ്പെട്ടതും ഇന്ത്യൻ പവലിയൻ തന്നെയായിരുന്നു. മികച്ച സ്വീകാര്യതയാണ് തങ്ങൾക്ക് ലഭിച്ചതെന്ന് ചന്ദ്രൻ ബേപ്പ് പറഞ്ഞു. ഇന്ത്യൻ സമൂഹത്തിന് നിരവധി കലാപരിപാടികൾക്ക് വേദിയൊരുക്കാൻ കഴിഞ്ഞതായി ഇന്ത്യൻ പവലിയൻ ജനറൽ മാനേജർ അനിൽ ബേപ്പ് പറഞ്ഞു. പിന്നെ നമ്മൾ പ്രതീക്ഷിച്ചതിലും വലിയൊരു വിജയമായിട്ട് നമുക്കിതിനെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ഷോപ്പ് ഓണേഴ്സിന് മാത്രമല്ല, അവിടെ തനതായ ഇന്ത്യൻ പരമ്പരാഗത രീതിയിലുള്ള ട്രേഡ് അവർ നടത്താനായി സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്രത്യേകിച്ച് പറയാനുള്ളത് വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു നമ്മുടെ കൾച്ചറൽ പെർഫോമൻസിന് കൂടി വേദി ഒരുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചു എന്നതിൽ വലിയ സന്തോഷമുണ്ട്. ഏകദേശം 146ഓളം പെർഫോമൻസാണ് ഇവിടെ അരങ്ങേറിയിട്ടുള്ളത്. അപ്പോൾ ഇനിയും നല്ല റെസ്പോൺസ് ആകുന്നില്ല. ഇനിയും അടുത്ത വർഷങ്ങളിൽ നമുക്ക് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലുള്ള ഇടപെടൽ നടത്താൻ കുവൈത്തിൽ സാധിക്കുമെന്ന ആത്മവിശ്വാസം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇന്ത്യയുടെ വിവിധ മേഖലകളിൽ നിന്നുള്ള തുണിത്തരങ്ങൾ, തനത് ആഭരണങ്ങൾക്കായുള്ള പ്രത്യേക വിഭാഗം, ലോകപ്രശസ്തമായ കാശ്മീർ തുണിത്തരങ്ങൾ, ഇന്ത്യൻ നിർമ്മിത സുഗന്ധ വസ്തുക്കൾ, ആസാമിൽ നിന്നുള്ള ഊദ് അനുബന്ധ ദ്രവ്യങ്ങൾ, ഇന്ത്യൻ ചാട്ട് വിഭവങ്ങൾ, മൈലാഞ്ചി കലാകാരികൾ, ഹോം ഡെക്കറേഷൻ, കൈത്തറി വസ്ത്രങ്ങൾ, പ്രശസ്തമായ പഞ്ചാബി തുകൽ ചെരുപ്പുകൾ, ഫാഷൻ തുണിത്തരങ്ങൾ, കർണാടക പക്ഷിരാജപുരം വനമേഖലയിലെ ആദിവാസി ഹെർബൽ എണ്ണകൾ തുടങ്ങിയവയുടെ വിപുലമായ ശേഖരം തന്നെ ഇന്ത്യൻ പവലിയനിൽ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ആഫ്രിക്കൻ പവലിയനിലും വലിയ തിരക്കായിരുന്നു അനുഭവപ്പെട്ടത്. കുവൈറ്റിലെ ആദ്യത്തെ സംരംഭമായതിനാൽ തന്നെ പ്രവേശനം സൗജന്യമായിരുന്നു. അവധി ദിനങ്ങളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടതെന്ന് സംഘാടകർ അറിയിച്ചു. കുവൈറ്റിനെ സംബന്ധിച്ചിടത്തോളം ആദ്യമായാണ് ഇങ്ങനത്തെ ഒരു വ്യാപാരമേള നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കും ഒരു ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് കുവൈറ്റിൽ. തുടങ്ങുമ്പോൾ നമുക്ക് പല ആശങ്കകളുണ്ടായിരുന്നു. പക്ഷേ വളരെ നല്ല റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇന്ത്യൻ സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ സമൂഹത്തിന് വലിയൊരു വേദിയാണ് ഇവിടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത്. അവർക്ക് ചെയ്യാൻ പറ്റും, അവർക്ക് ഇവിടെ എന്തൊക്കെ പ്രദർശിപ്പിക്കാൻ പറ്റും, കൂടാതെ കലാപരമായിട്ടുള്ള അവരുടെ വാസനകളെ പുറത്തെടുക്കുവാനും അത് വലിയൊരു സ്റ്റേജാണ് നമുക്ക് നൽകാൻ പറ്റിയത്. ലിറ്റിൽ വേൾഡിലെത്തിയ സന്ദർശകർ വലിയ ആവേശത്തോടെയാണ് പ്രതികരിച്ചത്. DSFന് പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ചെറിയ രൂപത്തിലാണെങ്കിൽ കൂടി കുവൈറ്റിൽ ആദ്യമായുള്ള അനുഭവം വളരെ നല്ലതായിരുന്നുവെന്നാണ് എല്ലാവരുടെയും അഭിപ്രായം. ഇത് കുവൈറ്റിൽ ഇത് ആദ്യമായിട്ടാണ്. എന്തായാലും കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇങ്ങനെ പല രാജ്യത്തെ പല സംഭവങ്ങൾ കാണാനും എല്ലാം വളരെ നല്ല ഇതായിരുന്നു. കുവൈറ്റിൽ ഇങ്ങനെ ആദ്യത്തെ പ്രാവശ്യമാണ് ഇങ്ങനൊരു ഇത് കാണുന്നത്. ഒരുപാട് സ്റ്റോളുകളുണ്ട്. എല്ലാവർക്കും ഒരു പ്രാവശ്യം വന്നൊന്ന് കണ്ട് രസിക്കാനുള്ളൊരു ഇതുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പ്രത്യേകിച്ച് നല്ല ക്ലൈമറ്റും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അറ്റ്മോസ്ഫിയറാണ്. നമുക്ക് ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഒരു ക്രേസ് ആണല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് പല കൺട്രീസിൻ്റെ പല സ്റ്റോൾസ്, അപ്പോൾ നമുക്ക് ആ കൺട്രീസിൽ ട്രാവൽ ചെയ്യുന്നതിന് പകരം അവരുടെ സാധനങ്ങളൊക്കെ ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് പല കൾച്ചർ, അവരുടെ ഫുഡ്, അവരുടെ കുസീൻ, അവരുടെ ക്ലോതിങ്, ഇതൊക്കെ നമുക്ക് ഷോപ്പ് ചെയ്യാനും അത് കണ്ട് എൻജോയ് ചെയ്യാനും പറ്റിയ ഒരു അവസരമാണ്. കുവൈറ്റിൽ വന്നിട്ട് 10-18 വർഷമായെങ്കിലും ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ്. വളരെ സന്തോഷം തോന്നി. നമ്മുടെ നാട്ടിലാണ് ഇങ്ങനെ എക്സിബിഷൻ അങ്ങനെയുള്ള കാര്യങ്ങളും പിന്നെ വെറൈറ്റീസ് ഓഫ് ഓരോരോ കൺട്രിയിലുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റിയത് വളരെ സന്തോഷം തോന്നി. ഫാമിലിയായി വന്ന് ശരിക്കും നേരം പോക്കാനുള്ള ഒരു സ്ഥലം എന്നല്ല, ഒരുപാട് വെറൈറ്റീസ് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് പറ്റും എന്നുള്ളതാണ് ഏറ്റവും പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം പറയാനുള്ളത്. കുവൈറ്റ്, ഇന്ത്യ, ചൈന, കൊറിയ, ജപ്പാൻ, തായ്ലൻഡ്, വിയറ്റ്നാം, ഫിലിപ്പൈൻസ്, ഈജിപ്ത് തുടങ്ങി 18ഓളം പവലിയനുകളിലായിട്ടായിരുന്നു ലിറ്റിൽ വേൾഡ് ആദ്യ സീസൺ അരങ്ങേറിയത്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ, സാംസ്കാരിക പ്രകടനങ്ങൾ, അന്താരാഷ്ട്ര ഭക്ഷണാനുഭവങ്ങൾ എന്നിവയായിരുന്നു പ്രധാന ആകർഷണം. സ്വദേശികൾക്കും വിദേശികൾക്കും നവ്യാനുഭവം സമ്മാനിച്ചാണ് ലിറ്റിൽ വേൾഡ് സമാപിച്ചത്. ആദ്യമായിട്ടാണ് കുവൈറ്റിൽ വരുന്നത്. അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള കുറേ സ്റ്റോൾസ് ഇപ്പോഴും ഓപ്പൺ ചെയ്യാനുള്ളതുണ്ട്. പിന്നെ ഒരു നല്ലൊരു ടൈം പാസ്സാണ് എല്ലാവർക്കും, ഫാമിലി ആയിട്ടും പിള്ളേർ ആയിട്ടൊക്കെ വന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ. പിന്നെ ഷോപ്പിംഗ്, ഫുഡ് സ്റ്റോൾസ് നല്ല പോലെ ഉണ്ട്. അപ്പോൾ
ഫുഡ് കഴിക്കാനായിട്ടും നല്ല നല്ല സ്റ്റോൾസ് ഉണ്ട്. പിന്നെന്താ ഷോപ്പിങ്ങിനായിട്ടുള്ള കുറേ ഇഷ്ടംപോലെ കടകളുണ്ട്. ഒരു നല്ല എക്സ്പീരിയൻസ് ആണ് കുവൈറ്റിൽ ആദ്യമായിട്ട് വരുന്നത് കൊണ്ടും ഇനി അങ്ങോട്ട് നല്ലപോലെ ഡെവലപ്പ് ആവട്ടെ എന്ന് വിശ്വസിക്കുന്നു. കുവൈത്തിനെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി കേൾക്കുന്നത്. എക്സിബിഷൻ എന്നൊക്കെ പറഞ്ഞാൽ ദുബായിൽ സാധാരണ ഉണ്ടാവാറുണ്ട്. ഇത് അത്രയൊന്നും ഇല്ലെങ്കിലും ഏകദേശം അതിനോടൊരു ചെറിയ രീതിയിൽ കുഴപ്പമില്ല. ഇവിടെ 18 സ്റ്റാളുണ്ട്. 18 സ്റ്റാൾ. അപ്പോൾ ഇത് ഇന്ത്യൻ സ്റ്റാളാണ്. ഞങ്ങൾ ജസ്റ്റ് ഇപ്പോൾ വന്നിട്ടുള്ളൂ. ഞങ്ങൾ ഇനി എല്ലാതും കയറി കാണണം, അത്രേ ഉള്ളൂ. വളരെ നല്ല പരിപാടിയായിരുന്നു. കുവൈത്തിൽ ഫസ്റ്റ് ടൈമാണ് ഇതുപോലത്തെ പരിപാടികളൊക്കെ. അപ്പോൾ വിൻ്ററിൻ്റെ തുടക്കം നല്ല ക്ലൈമറ്റുമാണ്. അപ്പോൾ മക്കൾക്കൊക്കെ നന്നായി എൻജോയ് ചെയ്ത് എല്ലാവരും, കുട്ടികളും എല്ലാവരും വളരെ നല്ല ഫസ്റ്റ് ടൈമാണ് കുവൈത്തിൽ ഞങ്ങൾക്ക് ഇതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നത്. നല്ല പരിപാടിയായിരുന്നു, മികച്ച പരിപാടി തന്നെയായിരുന്നു. പുണ്യമാസത്തെ നിറഞ്ഞ മനസ്സോടുകൂടി സ്വീകരിച്ചിരിക്കുകയാണ് വിശ്വാസികൾ. ഗൾഫ് നാടുകളിലെ റമദാൻ കാഴ്ചകളിലേക്കാണ് ഇനി. പുണ്യ റമദാനെ ആവേശത്തോടെ നിറഞ്ഞ മനസ്സോടെ സ്വീകരിച്ചിരിക്കുകയാണ് വിശ്വാസികൾ. ഇഫ്താറുകളും രാത്രി നമസ്കാരങ്ങളുമായി വിശ്വാസികൾ പ്രാർത്ഥനകളിൽ സജീവമാകുന്ന പുണ്യമാസം വരവായിരിക്കുന്നു. രാജ്യത്തെ പള്ളികളിൽ ഒരുക്കങ്ങൾ നേരത്തെ തന്നെ പൂർത്തിയായിരുന്നു. രാജ്യത്തെ ഏറ്റവും വലിയ പള്ളിയായ അബുദാബി ഷെയ്ഖ് സായിദ് മോസ്കിൽ പ്രത്യേകം കമ്മിറ്റികളും ടീമുകളും അടക്കം നിശ്ചയിച്ചാണ് വിശ്വാസികൾക്ക് സൗകര്യമൊരുക്കി വരുന്നത്. മലയാളികൾ അടക്കമുള്ളവർ വിവിധയിടങ്ങളിൽ ഇഫ്താർ സംഗമങ്ങൾ ഒരുക്കി പുണ്യമാസത്തിൽ പരസ്പര സ്നേഹത്തിന്റെയും പങ്കുവെക്കലിന്റെയും സന്ദേശം പകരുന്നുണ്ട്. ഇഫ്താർ സംഗമങ്ങളുമായി കൂട്ടായ്മകളും പ്രവാസി സംഘടനകളും റമദാന്റെ ആരംഭം മുതൽ തന്നെ സജീവമാകും. ലേബർ ക്യാമ്പുകൾക്ക് സമീപവും പള്ളികളോട് ചേർന്നുമാണ് പ്രധാനമായും ഇത്തരത്തിൽ ഇഫ്താർ ടെന്റുകളും സംഗമങ്ങളും നടക്കുക. വിവിധ രാജ്യക്കാരായ ആളുകൾ ഒരുമിച്ചെത്തി മനസ്സു നിറഞ്ഞ് ഭക്ഷണം കഴിച്ചു മടങ്ങും. ജാതി മത വർഗ വ്യത്യാസമില്ലാതെ ഇവിടെ എല്ലാവർക്കും വയറ് നിറയെ ഭക്ഷണം കഴിക്കാം. റമദാനിൽ കൂടുതൽ വിശ്വാസികൾ എത്തുന്ന പള്ളികളിലെല്ലാം നമസ്കാരത്തിനും മറ്റുമായി അധിക സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ സാഹോദര്യത്തിന്റെയും പങ്കുവെക്കലിന്റെയും സ്നേഹത്തിന്റെയും സന്ദേശമാണ് ഓരോ ഇഫ്താർ സംഗമങ്ങളും പങ്കുവെക്കുക. പെരുന്നാൾ അറിയിക്കുന്ന ദിവസം വരെ ഇങ്ങനെ കൈമെയ് മറന്ന് ഇഫ്താർ ഒരുക്കിക്കൊണ്ടേയിരിക്കും. റമദാനിൽ സമയമറിയിച്ച് മുഴങ്ങുന്ന പരമ്പരാഗത പീരങ്കികളും ഇത്തവണയും UAE വിവിധയിടങ്ങളിൽ മുഴങ്ങും. റമദാൻ പ്രഖ്യാപനം വന്ന കഴിഞ്ഞ ദിവസം മുതൽ ഇത്തരത്തിൽ പീരങ്കികൾ മുഴങ്ങി തുടങ്ങിയിട്ടുണ്ട്. റമദാന് മുന്നോടിയായി പെയ്ഡ് പാർക്കിംഗ്, പൊതുഗതാഗത സംവിധാനങ്ങളുടെ പുതുക്കിയ സമയം എന്നിവയടക്കം അധികൃതർ നേരത്തെ തന്നെ പുറത്തുവിട്ടിരുന്നു. അതോടൊപ്പം സ്കൂളുകളിലും ഓഫീസുകളിലും സമയക്രമത്തിലും ഈ മാസം മാറ്റമുണ്ടാകും. റമദാനോടനുബന്ധിച്ച് രാജ്യത്തെ വിവിധ ജയിലുകളിൽ കഴിയുന്ന തടവുകാരെ മോചിപ്പിക്കാൻ UAE ഭരണാധികാരികൾ ഉത്തരവിട്ടിട്ടുണ്ട്. ക്ഷമ, സഹിഷ്ണുത എന്നീ മൂല്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഭരണാധികാരികളുടെ പരിഗണനയുടെ ഭാഗമായാണ് നടപടി. നല്ല പെരുമാറ്റം കാഴ്ചവെച്ച തടവുകാരുടെ മോചനത്തിനാണ് വഴിയൊരുങ്ങിയിരിക്കുന്നത്. തടവുകാർക്ക് അവരുടെ ജീവിതത്തിൽ പുതിയ അധ്യായം ആരംഭിക്കാൻ അവസരമൊരുക്കുന്നതോടൊപ്പം കുടുംബങ്ങളുടെയും സമൂഹത്തിന്റെയും ഉന്നമനത്തിന് ക്രിയാത്മകമായി സംഭാവന ചെയ്യാൻ അവസരമൊരുക്കുകയുമാണ് ലക്ഷ്യമെന്നും അധികാരികൾ വ്യക്തമാക്കി. 1295 തടവുകാരെ മോചിപ്പിക്കാൻ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ ഉത്തരവിട്ടു. 1518 പേരെ മോചിപ്പിക്കാൻ ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമും 707 ആളുകളെ മോചിപ്പിക്കാൻ ഷാർജ ഭരണാധികാരി ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമിയും അജ്മാനിലെ ജയിലുകളിൽ നിന്ന് 207 തടവുകാരെ മോചിപ്പിക്കാൻ ഭരണാധികാരി ഷെയ്ഖ് ഹുമൈദ് ബിൻ റാഷിദ് അൽ നുഐമിയും 111 പേരെ വിട്ടയക്കാൻ ഫിജേറ ഭരണാധികാരിയും ഉത്തരവിട്ടു. റാസൽ ഖൈമ 506 തടവുകാരെ മോചിപ്പിക്കും. ഭരണാധികാരി ഷെയ്ഖ് സൗദ് ബിൻ സക്കർ അൽ ഖാസിമിയാണ് ഇത് സംബന്ധിച്ച ഉത്തരവിട്ടത്. ഈ തടവുകാരുടെ പിഴത്തുകയും ഏറ്റെടുക്കും. തടവുകാർക്ക് എത്രയും പെട്ടെന്ന് കുടുംബങ്ങളുടെ അടുത്തെത്താനുള്ള സാഹചര്യം ഒരുക്കാൻ നിർദ്ദേശം നൽകിയതായും അധികൃതർ അറിയിച്ചു. റമദാൻ മാസത്തിൽ രാജ്യമെങ്ങുമുള്ള കച്ചവട സ്ഥാപനങ്ങൾ ഉപഭോക്താക്കൾക്ക് വലിയ ഓഫറുകൾ പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. 5500-ലേറെ ഉൽപ്പന്നങ്ങൾക്ക് 65% വരെ വിലക്കുറവാണ് ലുലു ഗ്രൂപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഹെൽത്തി റമദാൻ ക്യാമ്പയിന്റെ ഭാഗമായി ഷുഗർ ഫ്രീ ഉൽപ്പന്നങ്ങളടക്കം പ്രത്യേക ഭക്ഷ്യവിഭവങ്ങളും ഒരുക്കിയിട്ടുണ്ട്.
വില സ്ഥിരത ഉറപ്പാക്കുന്നതിന് 300-ലേറെ അവശ്യ വസ്തുക്കൾക്ക് പ്രൈസ് ലോക്ക് സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ഉപഭോക്താക്കൾക്ക് നൽകുക എന്നതാണ് ലക്ഷ്യമെന്ന് ലുലു ഗ്രൂപ്പ് ഗ്ലോബൽ ഡയറക്ടർ MA സലീം അറിയിച്ചു. അപ് ടു 65% നമ്മൾ പ്രൊഡക്റ്റുകൾ ഡിസ്കൗണ്ട് ചെയ്യുന്നുണ്ട്. മോർ ദാൻ 5,000 പ്രൊഡക്ട്സുകൾ നമ്മൾ ഡിസ്കൗണ്ടിൽ പോകുന്നുണ്ട്. അത് ഓരോ സമയത്തിനനുസരിച്ച് നമ്മൾ പ്രൊഡക്റ്റുകൾ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. ഇതുകൂടാതെ നമ്മളെല്ലാ കാറ്റഗറിയിലും ഒരുപാട് പ്രൊമോഷൻസ് ഉണ്ട്. പുതിയ ഇന്നോവേറ്റീവ് പ്രൊഡക്ട്സുകൾ കണ്ടുപോകാനും കൊണ്ടുവന്നിട്ടുണ്ട്. ഹോട്ട് ഫുഡിലായാലും ബേക്കറിയിലായാലും കുറേ ഇന്നോവേഷൻ പ്രൊഡക്ട്സുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്രാവശ്യം ഞങ്ങൾ ഹെൽത്തി ഫുഡ്സിന് കണ്ടുപോകാനും പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ട്. ഹെൽത്തി റമദാൻ ക്യാമ്പയിന്റെ ഭാഗമായി ഷുഗർ ഫ്രീ ഉൽപ്പന്നങ്ങളടക്കം പ്രത്യേക ഭക്ഷ്യ വിഭവങ്ങളും ഷൈൻ മസ്കറ്റ് ഗ്രേപ്സ്, വാട്ടർമെലൺ, പ്ലം തുടങ്ങി പുത്തൻ പഴവർഗ്ഗങ്ങളും സ്റ്റോറുകളിൽ എത്തിച്ചിട്ടുണ്ട്. ഡേറ്റ്സ് ഫെസ്റ്റിവൽ, മധുര പലഹാരങ്ങളുടെ വൈവിധ്യമാർന്ന പ്രദർശനങ്ങളുമായി സ്പെഷ്യൽ സ്വീറ്റ് ട്രീറ്റ്സ് ക്യാമ്പയിൻ ഉൾപ്പെടെയാണ് ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നതെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനിടെ റമദാൻ മാസത്തിൽ ഭിക്ഷാടനം നടത്തുന്നവരെ അകറ്റി നിർത്തണമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. റമദാൻ മാസത്തിൽ ഭിക്ഷാടനം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ഭിക്ഷാടകർ സാധാരണ കേന്ദ്രീകരിക്കുന്ന സ്ഥലങ്ങളിൽ പരിശോധനയും സുരക്ഷയും ശക്തമാക്കിയിട്ടുണ്ട്. സഹതാപത്തിന്റെ അടിസ്ഥാനത്തിൽ യാചകരെ പ്രോത്സാഹിപ്പിക്കരുതെന്നും അർഹരായവർക്ക് സഹായം നൽകാനുള്ള സർക്കാർ സംവിധാനങ്ങളിലൂടെ മാത്രം സഹായം എത്തിക്കണമെന്നും അധികൃതർ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അറബി ദിസ് വീക്കിന്റെ ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അറബി നാടുകളിലെ കൂടുതൽ കൗതുക കാഴ്ചകളും വിശേഷങ്ങളുമായി അറബി ദിസ് വീക്ക് അടുത്തയാഴ്ച ഇതേ സമയം ഇതേ ദിവസം. നമസ്കാരം.